പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹമുള്ളവരെ, ഷാലോം ടെലിവിഷൻ്റെ ഈ വാരാന്ത്യ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം. ഇത് നമ്മുടെ ധ്യാനത്തിൻ്റെ 4-ാം ദിവസമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾ ധ്യാനം കൂടിയവരും എന്നാൽ അതിൽ കൂടാൻ സാധിക്കാതെ ഇന്ന് ആദ്യമായിട്ട് ധ്യാനത്തിലേക്ക് വരുന്നവരും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസത്തിൻ്റെ പ്രാധാന്യം. വ്യാഴാഴ്ച വൈകുന്നേരം അന്ത്യ അത്താഴത്തിലൂടെ ആരംഭിച്ച ആ പീഠാനുഭവത്തിലൂടെയും അതിനുശേഷമുണ്ടായ ഈശോയുടെ കുരിശുമരണത്തിലൂടെയും അതിനുശേഷമുള്ള ആ പുനരുത്ഥാനത്തിലൂടെയുമാണ് നമ്മുടെ ജീവിതത്തെ ദൈവം വിശുദ്ധീകരിക്കുന്നതും നീതീകരിക്കുകയും ശക്തീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ആ 4 ദിവസത്തെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തിൻ്റെ അവസാനം 4-ാം ദിവസം ഞായറാഴ്ച യേശു മഹിമ പ്രതാപത്തോടെ ഉയർത്തെഴുന്നേറ്റ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവമാണ് ഇന്ന് ഞായറാഴ്ച വൈകുന്നേരത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ പോകുന്നത്. ഈ ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പശ്ചാത്താപത്തെക്കുറിച്ചും നമ്മുടെ പാപം നമുക്കെതിരെ പരിഗണിക്കാതെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ഫരിസേയരും നിയമജ്ഞരും നിയമത്തെ കണിശമായി പിടിച്ചു. പക്ഷെ ആ നിയമത്തെ കണിശമായി പിടിക്കുന്നത് കൊണ്ട് ആരും വിശുദ്ധീകരിക്കപ്പെടുകയില്ല. നിയമത്തിൻ്റെ സ്വാധീനം അവരിൽ നിന്ന് വിട്ടുപോകുകയില്ല, അഥവാ പാപത്തിൻ്റെ സ്വാധീനം അവരിൽ നിന്ന് വിട്ടുപോകുകയില്ല. നിയമം വന്നിരിക്കുന്നത് ദൈവം നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകാൻ മാത്രമാണ്. എന്നാൽ നമ്മുടെ രക്ഷ നിയമത്തിൻ്റെ പാലനത്തിലൂടെയല്ല, മറിച്ച് യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിലൂടെ ഒഴുകുന്ന രക്താഭിഷേകത്തിലൂടെ, അഥവാ രക്തം ചൊരിച്ചിലൂടെ യേശു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിലൂടെയാണ്. ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാടേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇന്ന് ആ സംഭവത്തിന് ശേഷം പ്രപഞ്ചം മുഴുവനിലേക്കും ഒഴുക്കിയ ആ പരിശുദ്ധാത്മ ശക്തി എന്തിനാണ്, എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്നും ആ പരിശുദ്ധാത്മ ശക്തിയാണ് വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവ്. നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പാപത്തിൽ നിന്നും പൂർണ്ണമായി നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്നും ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ നൽകിയ പരിശുദ്ധാത്മ ശക്തി പോലെ അല്ല, മറിച്ച് ആ പ്രവാചകന്മാർ ആരെക്കുറിച്ച് പ്രഘോഷിച്ചിരുന്നുവോ അത് സംഭവിക്കുകയും ആ വ്യക്തി യേശുക്രിസ്തു വരികയും ആ യേശുക്രിസ്തു എന്തെല്ലാം ചെയ്യാനിരിക്കുന്നു എന്ന് പ്രഘോഷിച്ചിരുന്നുവോ അതെല്ലാം സംഭവിക്കുകയും ആ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾക്ക് ശേഷം യേശുവിൻ്റെ രക്ഷാകര മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിശുദ്ധീകരണത്തിൻ്റെ കൃപാവരമാണ് ഈ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 11-ാമത്തെ വചനത്തിൽ പറയുന്നത്,
യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് പണ്ട് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ച പോലെ, കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നും അകറ്റല്ലേ എന്ന് പ്രാർത്ഥിച്ച പോലെ അല്ല. യേശുക്രിസ്തു തന്റെ രക്തം കൊടുത്ത് വാങ്ങിത്തന്ന പരിശുദ്ധാത്മാവിനെ മറ്റൊരു ശക്തിക്കും നമ്മളിൽ നിന്ന് അകറ്റാൻ സാധിക്കുകയില്ല, ഒരു പാപത്തിനും അകറ്റാൻ സാധിക്കുകയില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. യേശുക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനാണ്. അതാണ് റോമാക്കാർക്ക് ഈ ലേഖനത്തിൽ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആ ആത്മശക്തി, ആ വീര്യം, ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ആ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഉയർപ്പിക്കുകയും ഉയർപ്പിന്റെ അനുഭവത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും മഹത്വീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. 4 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം നൽകിക്കൊണ്ട്, ദൈവത്തിൻ്റെ നീതി നൽകിക്കൊണ്ട് നീതീകരണം നടത്തുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മളെ ശക്തീകരിക്കുന്നു, ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം നൽകിക്കൊണ്ട് നമ്മളെ മഹത്വീകരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതെല്ലാം കടിച്ചപ്പൊട്ടാത്ത വാക്കുകളാണെന്നായിരിക്കും നമ്മുടെ വിചാരം. പക്ഷെ ഇതെല്ലാം നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്വേഷിപ്പിൻ, കണ്ടെത്തും. ഈശോയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, ഇത് പഴയ നിയമത്തിൽ സകല പ്രവാചകന്മാരും പ്രഘോഷിച്ചതിൻ്റെ പൂർത്തീകരണം. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രവാഹമാണ്. വിശുദ്ധി ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. ഈ വിശുദ്ധി നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ആ വിശുദ്ധീകരണം നമ്മൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ നടക്കുന്നത് വിവിധ രൂപത്തിലാണ്. വളരെയധികം മേഖലകളിലൂടെ പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിൽ നിന്നും ഒഴുകുന്ന ആ ജീവജലത്തിൻ്റെ അരുവിയാണ് പരിശുദ്ധാത്മാവ്. ഇനി ഇത് പറന്നിറങ്ങുകയോ വീണ്ടും വരണമേ എന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിച്ചോളൂ. അതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നെ ഉണ്ട്. പരിശുദ്ധാത്മാവ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പിതാവിനോടും പുത്രനോടും സമനായവനും, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും, പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും ജീവദാതാവും ആയ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നും, പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും സമനാണെന്നും, പരിശുദ്ധാത്മാവ് പിതാവും പുത്രനിൽ നിന്ന് ഉത്ഭവിക്കുന്നവനാണെന്നും, പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനുമാണെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകുമെന്നോ, നമ്മൾ പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപേക്ഷിക്കുമെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും സമനാണ്. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെ വിശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും ശക്തീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓട്ടോമാറ്റിക് പ്രവർത്തനമാണ്, സാധാരണ പ്രവർത്തനമാണ്. അതാണ് വെള്ളം, അതാണ് തീ, അതാണ് കാറ്റ്. ഈ വെള്ളത്തിന് അതിൻ്റേതായ പ്രവർത്തനമുണ്ട്, തീക്ക് അതിൻ്റേതായ പ്രവർത്തനമുണ്ട്. എന്താണ് തീ?
തീയിലൂടെ വെള്ളം ചൂടാകുന്നു, വെള്ളം തിളയ്ക്കുന്നു. വെള്ളം താനെ തിളയ്ക്കില്ല, തീ വേണം. തീയിലൂടെ ഭക്ഷണം പാകപ്പെടുന്നു, തീയിലൂടെ ഇതാ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവുന്നു. എന്ന പോലെ നമ്മൾ ഓരോരുത്തരുമാകുന്ന ഈ ഉരുളക്കിഴങ്ങുകൾ വേവണം, നമ്മളുടെ രൂപാന്തരീകരണം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ആ വെള്ളം തീയിൽ ഒരു കലത്തിൽ വെച്ചാൽ ആ തീ അതിനെ ചൂടാക്കുന്നു. എന്നാൽ വെള്ളവും തീയും തമ്മിൽ ബന്ധമില്ലെങ്കിലും വെള്ളം തീയിലൂടെ തിളപ്പിക്കപ്പെടുന്നു. എന്ന പോലെ നമ്മളാകുന്ന സൃഷ്ടിയാകുന്ന ഈ വെള്ളത്തെ പോലെയുള്ള സൃഷ്ടിയാകുന്ന ഓരോ മനുഷ്യ ജീവിതവും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിലൂടെ, വിശുദ്ധീകരണത്തിലൂടെ, സ്നേഹത്തിലൂടെ, കൃപയിലൂടെ, ശുദ്ധീകരണത്തിലൂടെ, നീതീകരണത്തിലൂടെ പുതിയ സൃഷ്ടിയാക്കിക്കൊണ്ട് മാറ്റും. അങ്ങനെ നമ്മളൊരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിലുണ്ടായിരുന്ന പഴയ സ്വഭാവങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ആദിമാതാപിതാക്കൾ മുതലുണ്ടായ പാപം പൂർണ്ണമായിട്ടെടുത്ത് മാറ്റിക്കൊണ്ട് ആദത്തിൻ്റെ ആ വ്യക്തിത്വത്തെ നമ്മളിൽ നിന്നും പിഴുതു മാറ്റിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വരുന്നു. സ്നേഹമുള്ളവരെ, ആദത്തെ മണ്ണിൽ നിന്നും നനഞ്ഞെടുത്ത് അവനിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറച്ചു, ദൈവത്തിന് ചൈതന്യം നിറച്ചു എങ്കിൽ ഇതാ മണ്ണിൽ നിന്നല്ലാതെ വിണ്ണിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ യേശുവിനോട് അനുരൂപരായിട്ട് മാറുന്നു, യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് മാറുന്നു. അതാണ് പുതിയ സൃഷ്ടിയാവുക എന്നതിൻ്റെ അർത്ഥം. ഇത് കൗദാശികമായിട്ടാണ് സംഭവിക്കുന്നത്. വിശ്വാസം മാത്രം പോരാ, ആ വിശ്വാസത്തിലൂടെ ഈ കൂദാശകളിലൂടെയാണ് അത് രൂപക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാരംഭ കൂദാശകളായ മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, ഈ 3 പ്രാരംഭ കൂദാശകളിലൂടെയും നമ്മളിൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ പാപകലുഷിതമായ അവസ്ഥയെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട്, പാപത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മാമോദീസയിലൂടെ നമ്മളെ മറ്റൊരു പുതിയ സൃഷ്ടിയായി സൃഷ്ടിക്കുന്നു. ഇത് വിശ്വസിക്കുക. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. പൗലോസ്ലീഹ ഇത് പറയുമ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഉള്ള ഒരു ചിന്ത ഇതാണ്: ഫരിസേയരെല്ലാവരും നിയമത്താൽ നയിക്കപ്പെടുന്നു. നിയമം അനുസരിക്കുക, നിയമം നൽകുക, അത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, അത് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, അത് ചെയ്താൽ ഇങ്ങനെയുള്ള നിയമത്താൽ നയിക്കപ്പെടുന്ന ഒരു ഫരിസേയ മനോഭാവമല്ല യേശുക്രിസ്തുവിലൂടെ നൽകുന്നത്. യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് നൽകിക്കൊണ്ട്, പുത്രനെ പോലെ ആക്കിക്കൊണ്ട്, ദൈവമക്കളാക്കി മാറ്റിക്കൊണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ വസിച്ചുകൊണ്ട് ആ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ അമ്മയാണ് അതിൻ്റെ നല്ലൊരു മോഡൽ. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോൾ, ദൈവകൃപ കൊണ്ട് നിറഞ്ഞപ്പോൾ, പിന്നെ ആ അമ്മയ്ക്ക്, ആ മറിയത്തിന് പാപം ചെയ്യാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. പക്ഷേ അത് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഇത് മുഴുവനും എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മൾ പ്രത്യാശിക്കണം. അതാണ് പറയുന്നത്, നമ്മൾ പാടാറുണ്ടല്ലോ, പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവേ ഞങ്ങൾ കാത്തിരിക്കുന്നു. പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരൻ അന്ധകാരത്തിൻ്റെ ഇരുട്ടിലെ രാത്രിയിലാണ് ഇരിക്കുന്നതെങ്കിലും അവൻ ഇരുട്ട് മാറ്റാൻ പറ്റുമോ? അവന് രാത്രി മാറ്റാൻ പറ്റുമോ? അവൻ അന്ധകാരം മാറ്റാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഈ അന്ധകാരം മാറും, സൂര്യൻ ഉദിക്കും, പുലരിയാകും. അതുപോലെ ഒരു ഫിനോമിനയാണ് നമ്മളുടെ പാപത്തിൽ നിന്നും നിത്യതയിലേക്ക്, പാപത്തിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ ഒരു ജീവിതം. നമ്മൾ മാമോദീസ സ്വീകരിക്കുകയും സ്ഥൈര്യലേപനം സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നവരിൽ ദൈവാത്മാവ് നമ്മളെ നയിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു.
പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. ഇത് വിശ്വസിക്കുക. എന്നിരുന്നാലും പൗലോസ് പറയുന്നുണ്ട്, ഈ നിധി ഒരു മൺപാത്രത്തിലാണ് നൽകിയിരിക്കുന്നത്. മൺപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. ഈ മൺപാത്രത്തിൻ്റെ പൂർണ്ണ രൂപാന്തരീകരണം ഒരുപക്ഷെ നടന്നു കഴിഞ്ഞിട്ടില്ല. അത് നടക്കുന്നതിന് ഇടയിൽ ഇനിയും നമ്മളിൽ ചില ബലഹീനതകൾ ഉണ്ടായേക്കാം. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. കാറ്റക്കിസത്തിൽ നീതീകരണത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ പറയുന്നത് ഇതാണ്. നമ്മൾ മനസ്സിലാക്കി, ഈശോ പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള അജ്ഞതയായിരുന്നു യഹൂദർക്കും ഫരിസേയർക്കും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നം. ഇത് പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേലിനെ കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥന അവരെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട്, എന്നാൽ ആ തീഷ്ണത യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ, പ്രത്യേകിച്ച് നീതിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവർ നീതിയെക്കുറിച്ച് അജ്ഞരാണ്. യേശുക്രിസ്തുവിലൂടെയാണ് ദൈവനീതി നടപ്പാക്കപ്പെടുന്നത്. ആ നീതീകരണത്തിൻ്റെ അജ്ഞതയാണ് ഇനിയും പ്രപഞ്ചത്തിൽ മാറേണ്ടത്. ആ നീതീകരണത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. 1987 കന്യകയിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് നമ്മെ നീതിമത്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതെല്ലാം ഉണ്ട്. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ രാജ്യം എന്നിൽ വരണേ, അങ്ങയുടെ രാജ്യം എന്നിൽ വരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നീതീകരണത്തിൻ്റെ രാജ്യം വരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ മിശിഹായുടെ വാഗ്ദാനം ഇതാണ്, നീതീകരിക്കുന്ന വാഗ്ദാനമാണ്. പാപിയായ വ്യക്തിയെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചുകൊണ്ട് യേശുക്രിസ്തു അർപ്പിച്ച ബലിയുടെ യോഗ്യതയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം തുടച്ചു മാറ്റിയതിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വാഗ്ദാനമായി നൽകുകയും അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കധികം സമയമില്ല. നമ്മൾ പ്രധാനമായ 2-3 കാര്യങ്ങളെ മുറുക്കെ പിടിക്കണം. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നെ വസിക്കുന്നു. ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനൊരു ഡ്യൂട്ടിയോടെയാണ് വസിക്കുന്നത്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവിലൂടെയാണ്, ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിലൂടെ. ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചു. നമുക്ക് വേണ്ടി യേശുക്രിസ്തു പീഡ സഹിച്ചു, പാപത്തിന് പരിഹാരം ചെയ്തു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൻ്റെ ആത്മാവിനെ സൗജന്യമായിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യർക്കും നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതൊന്ന് വിശ്വസിക്കുക. ആ പരിശുദ്ധാത്മാവെ നമ്മുടെ ഉള്ളിൽ വെറുതെ ഇരിക്കുകയല്ല, ഹീസ് വർക്കിംഗ്. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മളിൽ പുതിയ ക്രിസ്തുവിനെ ഉയർത്തുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന പുതിയ വ്യക്തിത്വം നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ മാമോദീസായിലൂടെ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉത്ഭവഭാവത്തിൽ നിന്ന് മുറിച്ച് മാറ്റിയിരിക്കുന്നു പരിശുദ്ധാത്മാവ്. 1263 ഖണ്ഡികയിൽ പറയുന്നത്, മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും, ഉദ്ഭവപാപവും വ്യക്തിപരമായ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും എടുത്തു മാറ്റപ്പെടുന്നു. വീണ്ടും ജനിച്ചവരിൽ ദൈവരാജ്യത്തിലുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും നിലനിൽക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഇത് വിശ്വസിക്കുന്നുവോ? ഇത് വിശ്വസിക്കണം.
ഇത് വിശ്വസിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അതിശക്തമായ ഒരു ജ്വലനമുണ്ടാകുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മാവാ ചെയ്തത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ അറിയുന്നേ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത മാതിരി നമ്മൾ ജീവിക്കുന്നെങ്കിൽ ആ ജീവിതത്തിന് വീര്യമില്ല. നമ്മുടെ ജീവിതം ഇന്നു മുതൽ ഇതാ ഒരു പുതിയ ജീവിതമായിട്ട് മാറുന്നു. ഈ ധ്യാനത്തിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന നീതീകരണം സംജാതമാക്കിയിരിക്കുന്നു. നമ്മുടെ പഴയ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നൊന്ന് വിശ്വസിക്കുക. മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. ദൈവത്തിൻ്റെ ദത്തുപുത്ര സ്ഥാനം നൽകുന്നു. ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനാക്കുന്നു. ക്രിസ്തുവിൻ്റെ അവയവവും അവിടുത്തെ സഹ അവകാശിയുമാക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കുന്നു. ഇനി എന്താ വേണ്ടേ? പരിശുദ്ധ തിരുത്വം മാമോദീസ സ്വീകരിച്ചവനിൽ നീതീകരണത്തിൻ്റെയും കൃപാവരത്തിൻ്റെ ദാനങ്ങൾ വർഷിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതെല്ലാം അല്പം കഠിനമാണെന്ന് തോന്നിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ദൈവമേ, ഇതെല്ലാം അങ്ങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഗോ ആൻഡ് ബാപ്റ്റൈസ് ദം ബട്ട് ടീച്ച് ദം. ഈശോ പറഞ്ഞു, അവരെ സ്നാനപ്പെടുത്തുക പരിശുദ്ധാത്മാവിൽ, എന്നാൽ അവരെ പഠിപ്പിക്കുക. ഈ ധ്യാന പരമ്പരയിലൂടെ നമ്മൾ പഠിക്കുക കൂടി ചെയ്യുകയാണ്. നമ്മളറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇനിയുമുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കരിസ്മാറ്റിക് വരദാനങ്ങൾ മാത്രമല്ല, അതൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് രോഗശാന്തിവരം, ഭാഷാവരം, പ്രവചനവരം, ഇങ്ങനെയുള്ള എല്ലാ വരദാനങ്ങളും നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ആ വരദാനങ്ങൾ നമ്മളിലുണ്ട്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ ഫലങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. മറ്റൊന്ന് ജ്ഞാനം, വിവേകം, അറിവ്, ബുദ്ധി, ദൈവഭയം, ധൈര്യം. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. അപ്പോൾ ഈ ത്രിവിധ വരദാന ഫലങ്ങൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു എന്ന അവസ്ഥയാണ്. റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം നമ്മൾ കേട്ടു. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അതിനുശേഷം പറയുകയാണ്, പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലും ദൈവം നമ്മുടെ ഹൃദയത്തിലുമാകുന്ന ഒരവസ്ഥ നമുക്ക് നൽകുന്നത്. അങ്ങനെ നമ്മൾ പുണ്യപൂർണത കൊണ്ട് നിറയുന്നത് നീതീകരണത്തിൻ്റെ വലിയൊരു വശമാണ്. പരിശുദ്ധാത്മാവിലൂടെ നാം ദൈവീകതയിൽ പങ്കാളികളാകുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ നാം ദൈവീക പ്രകൃതിയുടെ സ്വീകർത്താക്കളായിത്തീരുന്നു. ഇക്കാരണത്താൽ പരിശുദ്ധാത്മാവ് ആരിൽ വസിക്കുന്നുവോ അവർ ദൈവീകരിക്കപ്പെടുന്നു. സ്നേഹമുള്ളവരെ, ഇത് നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞോ ഇല്ലയോ? It is already done, but we do not know. We are living in so many other concepts. നമ്മൾ ജീവിക്കുന്നത് മറ്റെന്തോ തത്വശാസ്ത്രം ചിന്തിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ദൈവീകരിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാധാരണ പ്രവർത്തനമാണ്, വെറും സാധാരണ പ്രവർത്തനം. എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവം ഒരിക്കൽ 23 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, Father, you are holy indeed, the Spirit of Father, you are holy, the power of all holiness, the fountain of all holiness.
All holiness and life come from you through Jesus Christ by the working of the Holy Spirit. ഇങ്ങനെയുള്ളൊരു എപ്പിക്ലെസിസ്, ഈ റൂഹാക്ഷണ പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ അതിശക്തമായൊരു പ്രവർത്തനം ആരംഭിച്ചു. അന്നുവരെ ചെയ്തിരുന്ന പല പാപങ്ങളും എന്നിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെട്ടു. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനമാണ് കൂദാശകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ, സീറോ മലബാർ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ വിശുദ്ധീകരിച്ച് ഇതിനെ നീതീകരിച്ച് കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ ഉയർപ്പിൽ പങ്കാളികളാക്കണമേ. ഉയർപ്പിലുള്ള പങ്കാളിത്വമാണ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവ്. നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവാണ്. യേശുക്രിസ്തു ഉയർത്തതിന് ശേഷം സ്വർഗാരോഹണം ചെയ്തപ്പെട്ട് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയ യേശു തൻ്റെ പന്തക്കുസ്തായിലൂടെ നമ്മിലേക്ക് നൽകിയ പരിശുദ്ധാത്മാവാണ്. ഉയർപ്പിൻ്റെ ഒരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം വഴി കർത്താവ് വിശ്വമിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം വഴി വരാനിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ, ആ യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന ആ സ്വർഗീയ അനുഭവത്തിൻ്റെ ഒരു മുൻ അനുഭവം നമുക്ക് നൽകുകയാണ്. കുർബാനയുടെ അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തു വലം ഭാഗം ഞങ്ങൾ കേൾക്കണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളിൽ പ്രവർത്തിക്കുന്നത് സ്വർഗീയ ഓർസ്ലേമിൽ നമ്മളെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മാലാഖമാരോടൊപ്പം നൽകുന്ന ആ രാജകീയ സൗഭാഗ്യത്തിൻ്റെ അവസ്ഥയാണ് നമുക്കിന്ന് നൽകുന്നത്. ഓഹോ, അത്ര വരെ ചിന്തിക്കണോ? അതാണ് വാസ്തവം. നമ്മളെല്ലാവരും ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഭയമാണ്. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല. കാരണം യേശുക്രിസ്തു നമ്മുടെ ശിക്ഷയെ കുരിശിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കുറച്ച് ദിവസം മുമ്പ് പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് റോമിൽ നടത്തിയ ഒരു സന്ദേശം ഇതായിരുന്നു: ശിക്ഷാവിധിയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിന്? ശിക്ഷാവിധി സമയത്ത് അഥവാ അന്ത്യദിനത്തിൽ യേശുക്രിസ്തു വീണ്ടും വരികയും നമ്മളെ അന്ത്യവിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ 2 അഡ്വക്കേറ്റുമാരാണുള്ളത്. ഈ 2 അഡ്വക്കേറ്റുമാരെ, ഒന്ന് യേശുവും മറ്റൊന്ന് പരിശുദ്ധാത്മാവും. ഈ 2 അഡ്വക്കേറ്റുമാർ നമുക്ക് അനുകൂലമായി വാദിക്കും. പ്രൈസ് ദ ലോർഡ്. ഈ അനുഭവം, അന്ത്യവിധിയിൽ ഉണ്ടാകാനിരിക്കുന്ന അനുഭവം ഇന്ന് തന്നെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നൽകുക എന്നതാണ് ദൈവരാജ്യവും ദൈവനീതിയുടെ അനുഭവം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിൻ്റെ നീതിയും ദൈവരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിക്കുന്നതിനുള്ള വിശുദ്ധീകരണവും നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഒരു നിമിഷം വിശ്വസിക്കുക. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന നമ്മൾക്കിനി ശിക്ഷാവിധി ഇല്ല. യേശുക്രിസ്തു നമ്മളെ പുതിയ സൃഷ്ടിയാക്കിക്കൊണ്ട് യേശുവിനെ പോലെ ആക്കിയിരിക്കുന്നു. ഈശോ പറഞ്ഞു, സ്നാപകയോഹന്നാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകയോഹന്നാനേക്കാൾ വലിയവനില്ല. അതായത് പഴയ നിയമത്തിൽ അബ്രാഹം, നോഹ, അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാവീദ്, മോശ, എല്ലാ പ്രവാചകന്മാരെക്കാളും വലുതാണ് സ്നാപകയോഹന്നാൻ. എന്നിട്ട് പറയുകയാണ്, ആമേൻ ആമേൻ ഐ സേ ടു യു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സ്വർഗരാജ്യത്തിലെ ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്വർഗരാജ്യത്തിലെ ചെറിയവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. ഈ നമ്മൾ ഓരോരുത്തരും യോഹന്നാൻ മൗന്താനയെക്കാളും വലിയവനും പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരെക്കാളും വലിയവനുമാണെന്ന് ഈശോ നമ്മളെ കാണുകയാണ്. എന്തുകൊണ്ട്? ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ആർക്കും ഈ യോഹന്നാൻ മൗന്താനയ്ക്കോ യേശുക്രിസ്തുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ സാധിച്ചിട്ടില്ല. അതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തർക്കും ഇത് സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ
ഇനി ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ, ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയട്ടെ. നമ്മൾ ദൈവരാജ്യത്തിലെ ചെറിയവനാണെങ്കിൽ സ്നാപയോഹന്നാനേക്കാളും വലിയവരാണെന്ന ബോധ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ട് ആത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളും നൽകിക്കൊണ്ട് നമ്മളെ യേശുവിനെ പോലെ തന്നെ ആക്കുന്ന അത്ഭുത അവസ്ഥയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ഓ സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ തുടർന്നുള്ള ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തമായ അഭിഷേകത്തിലൂടെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ദൈവരാജ്യവും ദൈവനീതിയും വിശുദ്ധീകരണവും ആത്മാവിൻ്റെ വരദാനങ്ങളും ഫലങ്ങളും നിറയുന്നതിന് വേണ്ടി ദാഹിക്കാം. ഇതാ ഇന്ന് ഒരു പുതിയ ജീവിതം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. Praise the Lord. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. പരമപരിശുദ്ധനായ ദൈവം തൻ്റെ പരിശുദ്ധിയെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ യേശു ക്രിസ്തു വഴിയായി നമ്മിലേക്ക് നൽകിയിരിക്കുന്നു. ഓ ഫാദർ, you are the fountain of all holiness. All holiness and life come from you through Jesus Christ by the working of the Holy Spirit. Send thy Spirit upon us now, Lord. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പിതാവിനും പുത്രനും സമനായവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവേ, ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്നേഹമുള്ളവരെയും, നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈശോയുടെ പീഠാനുഭവവും മരണവും അടക്കലും പുനരുത്ഥാനത്തിന് ശേഷം ഇതാ ഞായറാഴ്ച ഉയർപ്പിൻ്റെ ദിവസം അവിടുത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് ഇതാ നമ്മളിൽ തന്നെ വസിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടെ യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പശ്ചാത്താപത്തിനായി ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്,
അവൻ നിങ്ങളെ അഗ്നി കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനപ്പെടുത്തും. ദൈവമേ, ആ സ്നാപയോഹന്നാൻ പറഞ്ഞ എനിക്ക് പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ആ സർവാധിപനായ കർത്താവിതാ നമ്മുടെ മുമ്പിൽ. ആ സർവാധിപനായ കർത്താവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക എന്നതാണ്. ഈശോ തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും. നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും, നമ്മൾ ഭവനത്തിലാണെങ്കിൽ നമ്മൾ ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ടോ മുട്ടുകുത്തിയോ നമ്മിൽ തന്നെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ, നമുക്ക് ഈശോ ജീവൻ നൽകിയ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ, അങ്ങേക്കാരാധന. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാം. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമേ, അങ്ങേക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ, അങ്ങേക്കാരാധന. പിതാവിന്റെയും പുത്രന്റെയും ജീവനെ, അങ്ങേക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ, അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനാം ദൈവമേ, അങ്ങേക്കാരാധന. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്നെന്നും ആരാധന. എന്നെന്നും ആരാധന. സ്നേഹമുള്ളവരെ, ഈ ആരാധനയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ഓ യേശുവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെയും, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തീയ ജീവിതം എന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് യേശുവിൻ്റെ ജീവിതം തന്നെ. പരിശുദ്ധാത്മാവ് യേശുവിനെ നയിച്ചു. ആ യേശു ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ്. അതാണ് പരിശുദ്ധിയുടെ ജീവിതം. എന്നിരുന്നാലും വളരെയധികം സഹനങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ സമാധാനം നൽകുന്ന ജീവിതമാണ്.
അതാണ് ക്രിസ്തീയ സമാധാനം. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കെ ആ കാറ്റുകൊണ്ട് ഉലയുന്ന വള്ളത്തിൽ, തിരമാലകളുടെ മധ്യത്തിൽ തലയിണയിൽ വെച്ച് ഉറങ്ങുന്ന കർത്താവിൻ്റെ സമാധാനമാണ് ക്രിസ്തീയ സമാധാനം. സകല പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നമുക്ക് സമാധാനം നൽകുന്ന പരിശുദ്ധാത്മാവ് ഇതാ നമ്മളിൽ തന്നെ ഉണ്ടെന്നും, ഓ പരിശുദ്ധാത്മാവേ, ഈ ധ്യാനത്തിൻ്റെ സമാപ്തിയിൽ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഞങ്ങളിത് സ്വീകരിക്കുന്നു യേശുവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതിനെ ഇതാ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഇനിമേൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റണമേ. വിശുദ്ധി നിറഞ്ഞ ജീവിതം, വിശ്വാസത്തിൽ ജ്വലിക്കുന്ന ജീവിതം, കഠിന സഹനത്തിലും വിശ്വാസം തളരാതെ ഉണർവോടെ നിൽക്കുന്ന ജീവിതം, ക്രിസ്തുവിൻ്റെ സ്നേഹം ജ്വലിപ്പിക്കുന്ന ജീവിതം. സ്നേഹമാണ് ദൈവം, സ്നേഹമാണ് സർവ്വതും. ഇതാ ഞാൻ നിനക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ആ പരസ്നേഹത്തിന് ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധി അങ്ങയുടെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരും യേശുവിൻ്റെ സാക്ഷിയായി യേശുവിന് വേണ്ടി ജീവൻ അർപ്പിക്കുകയും യേശുവിന് വേണ്ടി വചനം പ്രഘോഷിക്കുകയും ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിനും വേണ്ടതായ ആത്മീയ വരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. അതോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തെ പുതിയ ഒരു ജീവിതമാക്കി മാറ്റണമേ. ഇന്നു മുതൽ ദൈവമേ, ഈ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവരും ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതാ ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ വചനം ഇതാ പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ ഈശോ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് ലോകം മുഴുവനും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പ്രസരിച്ചുകൊണ്ട്, എല്ലാ ഹൃദയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും എന്ന രഹസ്യം ഇതാ പൂർത്തീകരിച്ചുകൊണ്ട്, ഓ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഹൃദയം തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഈശോയെ അങ്ങ് അരുളി ചെയ്തു, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ജീവജലത്തിൻ്റെ അരുവിയായി ഒഴുകും എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. എന്നിലുള്ള എല്ലാ പാപവാസനകളെയും എടുത്തു മാറ്റണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ നീതീകരിക്കണമേ, എന്നെ മഹത്വീകരിക്കണമേ. എന്നിലുള്ള പരിസയ സ്വഭാവത്തെ, എന്നിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണമേ. എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ, എന്നെ പുതിയ തോൽക്കുടമാക്കണമേ, എന്നെ പുതിയ വീഞ്ഞാക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ എല്ലാവരുടെ ജീവജലത്തിൻ എല്ലാ അരുവിയായി ഹൃദയങ്ങളിലും നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ഇപ്പോൾ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ ദൈവസ്നേഹം നിറച്ചിരിക്കുന്നു. ആ ബോധ്യത്തോടെ ദൈവത്തിനാലയം ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ഞാനല്ലോ ദൈവത്തിനാലയം ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ഞാനല്ലോ ദൈവജനം നാം ദൈവമകൻ ഞാൻ ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ ദൈവജനം നാം ദൈവമകൾ ഞാൻ ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ദാഹത്തോടെ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു ആബാപിതാവെന്ന് ഞാൻ വിളിച്ചു ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു ദൈവാത്മാവെന്റെ ദാഹത്തോടെ ആത്മാവിൽ ലയിച്ചു എല്ലാവരും ആബാപിതാവെന്ന് ഞാൻ വിളിച്ചു ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകുകയാണ്. ഈ ധ്യാനത്തിൽ പങ്കുചേർന്ന എല്ലാവരിലേക്ക് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകത്തിന് ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിന്റെ അരുവിയായി നമ്മളിൽ ഒഴുകട്ടെ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ഇപ്പോൾ ഇപ്പോൾ ഓ പരിശുദ്ധാത്മാവേ ഒഴുകണം. എല്ലാവരിലും ഒഴുകട്ടെ, എല്ലാവരിലും നിറയട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ, എല്ലാവരിലും നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ എല്ലാവരിലും നിറയണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ പരിശുദ്ധാത്മാവേ എല്ലാവരിലും നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണം. എല്ലാവരും ചേർന്ന് പാടാം. എല്ലാവരും എന്നോട് ചേർന്ന് പാടിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് ഇതാ ഇപ്പോൾ നിറയുന്നു, ഇപ്പോൾ നിറയുന്നു. ലോകമെമ്പാടും ഈ പ്രോഗ്രാമിൽ ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ധ്യാനത്തിന്റെ സമാപ്തിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ എല്ലാവരും നിറയട്ടെ, 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 നിറയട്ടെ.
ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു എല്ലാവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. അഗ്നിജ്വാലയായി യോഹന്നാനേക്കാൾ വലിയവനാണ് നിങ്ങൾ. ഈശോ പറഞ്ഞു, യോഹന്നാനേക്കാൾ വലിയവനാണ് നിങ്ങൾ. ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. ഓ യേശുവേ, യേശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മ ചൈതന്യം ഇപ്പോൾ എല്ലാവരിലും നിറയട്ടെ. എല്ലാവരും പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും പടരട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിച്ച്, ഞങ്ങളെ ശക്തീകരിച്ച്, ഞങ്ങളെ നീതീകരിച്ച്, ഞങ്ങളെ മഹത്വീകരിച്ച് ഇതാ സ്വർഗരാജ്യത്തിന്റെ പുതിയ ജെറുസലേമിലേക്കുള്ള സ്വർഗരാജ്യത്തിന്റെ പുതിയ ജെറുസലേമിലെ അംഗങ്ങളാക്കിക്കൊണ്ട് നിത്യജീവന്റെ പൂർണ്ണ അനുഭവം നമുക്ക് നൽകണമേ. നിത്യജീവൻ ഇതാ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പുതിയ രാജ്യത്തിന്റെ പുതിയ ആകാശം, പുതിയ ഭൂമിയും ഇതാ ഞങ്ങളിൽ ഇപ്പോൾ തന്നെ നിറയുന്നു. ഓ പരിശുദ്ധാത്മാവേ, കത്തിപ്പടരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളെല്ലാ രോഗങ്ങളെയും സൗഖ്യപ്പെടുത്തണമേ. ലോകം മുഴുവൻ പടരണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ഞങ്ങൾക്ക് ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനത്താൽ നിറയ്ക്കണമേ. പ്രശ്നങ്ങളെല്ലാത്തിനും സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങാണ് പരിഹാരം. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഓ യേശുവേ, ഞങ്ങൾക്കെല്ലാം നിറച്ചു നൽകണമേ. ഞങ്ങളിൽ നിറച്ചു നൽകണമേ. ഞങ്ങളിൽ നിറച്ചു നൽകണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ അനുഗ്രഹങ്ങൾ വരയിച്ചൊരിയട്ടെ. സമൃദ്ധി ചൊരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ പാപങ്ങളും അകലട്ടെ. വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവിന്റെ അനുഗ്രഹത്തിനായി കർത്താവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയായി ഈ സമാപനാശീർവാദത്തോടൊപ്പം ഈ ധ്യാനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കട്ടെ. ആത്മാവിന്റെ അത്ഭുത സിദ്ധികൾ ഒഴുകട്ടെ. എല്ലാ വരദാനങ്ങൾ കൊണ്ട് നിറയട്ടെ. ആഗോള വ്യാപകമായി ഏത് രാജ്യത്തിലാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിലും ഈ എപ്പോഴെല്ലാം കാണുമ്പോഴും ഈ ശക്തി നിങ്ങളെ സ്പർശിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിച്ചുകൊണ്ട് യേശുവേ അനുഗ്രഹിക്കണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്നാൽ ദൈവരാജ്യത്തിലെ ഈ ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. ദൈവമേ, ആ അനുഗ്രഹം ഞങ്ങൾ ഇതാ സ്വീകരിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഇതാ ഞങ്ങളുടെ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. സമാപനാശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഈ സമാപനാശീർവാദത്തോടെ നമ്മുടെ ഈ ധ്യാനം അവസാനിക്കുന്നു. എന്നാൽ നമ്മുടെ ധ്യാന ജീവിതം ആരംഭിക്കുന്നു. ഇന്നു മുതൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായി മാറട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തുവിൻ
സ്വർഗത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ഞങ്ങളുടെ എല്ലാ പാപകടങ്ങളും പരിശുദ്ധ രക്തത്താൽ നിർമാർജനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്ന അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിന് നന്ദി യേശുവേ. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ.